അങ്ങനെ ക്രിസ്മസ് ഒക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ന്യൂ ഇയറിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ 2024 തീർന്ന് 2025 വരാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് എന്താണ്? 2025 കലണ്ടറാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കലണ്ടർ ഉണ്ടാക്കാം, സിമ്പിൾ ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മീസ് ക്രാഫ്റ്റ് ഹബ്. അപ്പോൾ നമ്മൾ കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തവണ യൂസ് ചെയ്യുന്നത് പാറ്റേൺ പേപ്പറാണ്. എൻ്റെ കയ്യിൽ പാറ്റേൺ പേപ്പർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതെടുക്കുന്നത്. ഇല്ലെങ്കിൽ ബ്രൗൺ പേപ്പർ അല്ലെങ്കിൽ ഐവറി ഷീറ്റേ എടുക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ 12 പീസസ് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് 10x8 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 12 പീസ് എന്തിനാണെന്നറിയാലോ, ഓരോ മാസങ്ങൾ എഴുതി കൊടുക്കാനായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഏറ്റവും എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനും നീറ്റായിട്ട് കിട്ടാനും ഇതുപോലെ നമ്മുടെ ഷാർപ്പായിട്ടുള്ള നൈഫും സ്കെയിലും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 12 പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പല പല പാറ്റേൺസാണ് എടുത്തിട്ടുള്ളത്. 6 പാറ്റേൺ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ 2 വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാലണ്ടർ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ അതിനൊരു ബോർഡർ കൊടുത്താൽ കുറച്ചുകൂടി ലുക്ക് വരുമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ വൈറ്റ് പെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം എഴുതുന്നതും വരയ്ക്കുന്നതും എല്ലാം വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ടാണ്. വേറെ പെന്നൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വൈറ്റ് പെന്ന് നമുക്ക് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്, അതുപോലെ സ്റ്റേഷനറി സ്റ്റോഴ്സിലും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് വരച്ചു കൊടുക്കണം. ഞാൻ താഴത്തെ ഭാഗം ഇച്ചിരി വീതി കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് നമ്മൾ കലണ്ടർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ആ ഭാഗം കൂടി കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് കുറച്ച് വീതി കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ മാസങ്ങളായിട്ടും എഴുതി കൊടുക്കണം. ഈ എഴുതുന്നതെന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുതാനെങ്കിൽ പ്രിൻ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഞാൻ എഴുതിയത് തന്നെ വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും മെനക്കെട്ടിരുന്ന് എഴുതിയത്. ഒരുപാട് ടൈം എടുത്തു. ബാക്കിയൊക്കെ ചെയ്യാൻ ഇത്തിരി സമയം എടുത്തോളെങ്കിലും ഈ കലണ്ടർ എഴുതുന്നതെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് ഞാൻ ഇത്രയും മെനക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഓഫീസിൽ ഇത് മാത്രമല്ല കേട്ടോ ഗിഫ്റ്റ് കൊടുത്തത്, അല്ലാതെ കാശ് കൊടുത്ത് മേടിച്ച സാധനവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും ഒരു വാല്യൂ കിട്ടുക ഇത് ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റം കൊടുക്കുമ്പോൾ ഭയങ്കര വാല്യൂ കിട്ടും. അപ്പോൾ കുറച്ച് മെനക്കെട്ടെങ്കിലും വൃത്തിയായിട്ടെല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20x15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരളവിന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു 0.7 വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പീസ് ഇതുപോലെ സൈഡിൽ നമുക്ക് താഴെന്ന് വേണമെങ്കിലും മേലെന്ന് വേണമെങ്കിലും കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് വിശ്വാസം. ഇത് എങ്ങനെ പറഞ്ഞു തരണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ കലണ്ടറിൻ്റെ അളവ് നോക്കിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. കലണ്ടറിനെ കാട്ടി ഒരു 0.5 സെൻറ്റിമീറ്റർ വീതി കൊടുത്തിട്ട് നമ്മളിതുപോലൊരു പീസ് ബാക്കി അതിൻ്റെ അടുത്തേക്ക് 0.7 അങ്ങനെ വിട്ടിട്ട് 2 സൈഡിലും വിട്ടിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പുറകിലെ വശം വേണമെങ്കിൽ വേക്കൻ്റായിട്ട് ഇപ്പം ഞാൻ ചെയ്ത പോലെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പീസ് വെച്ചിട്ടാണെങ്കിലും ഇടാം. കാരണം ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നല്ലോ പുറകുവശം കാണില്ല, കലണ്ടർ അവിടെ വെക്കുന്നത്. പിന്നെ ഇതിന് ഒന്ന് മിസ്മാച്ച് ആവണ്ടെന്ന് കരുതിയിട്ട് ബോർഡർ ഇതുപോലെ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം അപ്പോൾ അത് തമ്മിലൊരു സിങ്കായി വരും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2025 എന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കലണ്ടറാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് പെട്ടെന്ന് ധൃതിയിൽ ഒരു രാത്രി ഇരുന്ന് ചെയ്ത് ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഇത്രയും മെനക്കെട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കലണ്ടർ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പീസ് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എഴുതി വെച്ച കലണ്ടർ ഫുള്ള് അതിനകത്ത് വെക്കാം. അപ്പോൾ ഇത് തമ്മിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇത് ഐവറി ഷീറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. നമുക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത് എമർജൻസി ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കലണ്ടർ പീസസൊക്കെ വെച്ച് നോക്കിയിട്ട് കറക്റ്റാണോ അളവെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അതിനൊരു സ്റ്റാൻഡ് വേണം. നമ്മൾ ഇത്രയും മാത്രം ചെയ്താൽ നമ്മൾ എവിടെയെങ്കിലും ചാരി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ടേബിളിലേക്ക് വെക്കാനായിട്ടായതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡ് കൂടെ ഉണ്ടാക്കി
ആക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കലണ്ടറിൻ്റെ അതേ വിഡ്ത്തിലൊരു പീസ് ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല. എന്നിട്ട് മുകളിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് മുകളിലും അതുപോലെ താഴെ നിന്ന് ഒരു മടക്ക് കൊടുത്തിട്ട് അവിടെയും കൂടി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു വിഡ്ത്ത് ഇട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ കലണ്ടർ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കലണ്ടർ? ഈസി ആയിട്ടല്ലേ ചെയ്യാൻ? എഴുതുന്ന പാർട്ട് മാത്രമേ ഡിഫിക്കൽട്ടായിട്ടുള്ളൂ. അത് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കലണ്ടർ എങ്ങനെയുണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ഹാപ്പി ന്യൂ ഇയർ.